യേശുവിൻ്റെ നാമം ആരാധ്യമായ നാമം, എൻ്റെ പരമാനന്ദമായ നാമം. യേശുവിൻ്റെ നാമം ആരാധ്യമായ നാമം, എൻ്റെ പരമാനന്ദമായ നാമം. സ്വർഗം നിറഞ്ഞു നിൽക്കും യേശുനാമം, ഭൂമി നിറഞ്ഞു നിൽക്കും യേശുനാമം. പെരുവെള്ളത്തിൽ പാതയൊരുക്കും യേശുനാമം, മരുഭൂമിയിലും സമൃദ്ധി നൽകും യേശുനാമം. യേശുവിൻ്റെ നാമം ആരാധ്യമായ നാമം, എൻ്റെ പരമാനന്ദമായ നാമം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ശലോം ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോൾഡ്, കോൺസെക്രേറ്റഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ, വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തരായി ജീവിച്ചവർ എന്ന ഒരു വിഷയമാണ്. മത്തായിയുടെ സുവിശേഷം 22:14 വിവാഹ വിരുന്നിൻ്റെ ഉപമയുടെ ഒടുവിൽ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ, ദൈവത്തിന് സ്തുതി, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ കൂടെയാണ്. പക്ഷേ നമ്മൾ അവസാനം വരെ വിശ്വസ്തരായി ജീവിക്കുന്നവരാണോ? പിതാവായ ദൈവം തൻ്റെ പുത്രനെ വിശ്വസ്തനായി കണ്ടു, എന്നിട്ട് തൻ്റെ അംഗീകാര മുദ്ര അവൻ്റെ മേൽ പതിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രനാകുന്നു എന്ന്. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ജോർദാൻ നദിയിലെ സ്നാനത്തിൻ്റെ സമയത്ത് നമ്മളത് കേൾക്കുന്നുണ്ട്. പിതാവായ ദൈവം പുത്രൻ്റെ വിശ്വസ്തതയെ അംഗീകരിക്കുകയാണ്. രൂപാന്തരീകരണത്തിൻ്റെ മലമുകളിലും വീണ്ടും ആ ശബ്ദം നമ്മൾ കേൾക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതായത് ഞാൻ ഇവനെ അംഗീകരിച്ചിരിക്കുന്നു, എനിക്ക് എൻ്റെ കണ്ണിൽ ഇവൻ വിശ്വസ്തനായി കാണപ്പെടുന്നു. അതുപോലെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തും നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ ദൈവസ്വരം കേൾക്കുന്നുണ്ട്, ദൈവം അംഗീകരിച്ചതിൻ്റെ ഒരടയാളം. ഇനി നമുക്ക് നമ്മോട് തന്നെ ഉള്ള ചോദ്യം ഇതാണ്, ദൈവം എന്നെ അംഗീകരിക്കുമോ? തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവ തിരുമുൻപിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവം പരിശ്രമിക്കുക. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ മുൻപിൽ അഭിമാനിക്കാൻ അർഹതയുള്ള ഒരാളായി തീരാൻ വേണ്ടി അധ്വാനിക്കുക എന്നതാണ്, ഉത്സാഹിക്കുക എന്നതാണ്. അതിനുള്ളൊരു മാർഗമാണ് ആദ്യം പറയുന്നത്, സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട്. അത് വചനം പഠിച്ചുകൊണ്ട്, വചനം ധ്യാനിച്ചുകൊണ്ട്, വചനം പഠിപ്പിച്ചുകൊണ്ട്, വചനം ജീവിച്ചുകൊണ്ട്. അതാണ് സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് പിതാവിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ മുൻപിൽ അഭിമാനിക്കാൻ അല്ലെങ്കിൽ സമ്മാനം മേടിക്കാൻ അർഹതയുള്ള ഒരാളായി തീരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ വചനം തിരുവചനം ശുശ്രൂഷയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വചനത്തെ
കൈകാര്യം ചെയ്യുകയാണ്, ഉചിതമായി അത് കൈകാര്യം ചെയ്യുകയാണ്. നമ്മൾ വചനം പഠിക്കുകയാണ്. പ്രത്യേകമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ അംഗീകാരം നേടിയ മനുഷ്യർ, അവരെക്കുറിച്ച് നമ്മൾ ബൈബിളിലൂടെ ഒരു യാത്ര നടത്തുകയാണ്, നമ്മൾ പരിശോധിക്കുകയാണ്. കഴിഞ്ഞ 6 എപ്പിസോഡുകളിലായി നമ്മൾ കണ്ടത് ഏലിയായുടെ ജീവിതത്തെയാണ്. ഏലിയ എപ്രകാരമാണ് അവസാനം വരെ വിശ്വസ്തനായി തീർന്നത്, ഏലിയ എപ്രകാരമാണ് ദൈവത്തോട് ചേർന്ന് നിന്നത്, ഏലിയ എപ്രകാരമാണ് കണ്ണും പൂട്ടി ദൈവത്തെ വിശ്വസിച്ചത്, ഏലിയ എപ്രകാരമാണ് ഒരു ഏകാന്തതയിൽ, ധ്യാനത്തിൽ, കെറീത്തിൽ ദൈവം മാത്രം മതി എന്നുള്ള, ദൈവത്തെ മാത്രം തൻ്റെ കൂട്ടുകാരനാക്കി ജീവിച്ചത് എന്നത് നമ്മൾ ധ്യാനിച്ചു. അതുപോലെ ആ ദരിദ്രയായിട്ടുള്ളവളുടെ വീട്ടിൽ ചെന്ന് കർത്താവിൽ മാത്രം ശരണപ്പെട്ട് ഏലിയ എപ്രകാരമാണ് ജീവിച്ചത്, ഏലിയായുടെ അവിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചതിന് ശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത് പ്രാർത്ഥനയിൽ, നിരന്തരമായ പ്രാർത്ഥനയിൽ എപ്രകാരമാണ് ഏലിയ ജീവിച്ചതെന്നാണ്. പ്രാർത്ഥനയിലുള്ള വിശ്വസ്തത, പ്രാർത്ഥനയിലുള്ള വിശ്വാസം. പ്രാർത്ഥനയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിലുള്ള വിശ്വാസം എന്നാണ്. അപ്പോൾ മരിച്ച കുഞ്ഞിന് വേണ്ടി സ്ഥിരതയോടെ പ്രാർത്ഥിച്ച് ദൈവം ആ കുഞ്ഞിൽ ജീവൻ നൽകുന്നത് വരെ പ്രാർത്ഥിച്ച ഏലിയായുടെ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഏലിയായുടെ സ്ഥിരതയുള്ള പ്രാർത്ഥനയുടെ മറ്റൊരു ഉദാഹരണം നമ്മൾ കർമ്മല മലമുകളിൽ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗത്തിലേക്ക് പോകാം. അച്ഛൻ പതിവായി ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ വചനഭാഗം തുറന്ന് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വചനഭാഗം എഴുതി വയ്ക്കാവുന്നതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 41 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 41 മുതൽ 45 വരെ വായിക്കാം. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൻ്റെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്, തൊട്ടു മുമ്പിലുള്ള ഭാഗം എന്ന് പറയുന്നത് ഏലിയ കർമ്മല മലമുകളിൽ പ്രാർത്ഥിക്കുകയും ഏലിയായുടെ ആ ബലിയർപ്പണം ദൈവം അഗ്നി ഇറക്കി സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു സംഭവത്തിന് ശേഷമാണ്. ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ധ്യാനിക്കുന്നതായിരിക്കും. ഏലിയായുടെ തീഷ്ണതയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ വചനഭാഗം നമ്മൾ പഠിക്കും. ഇപ്പോൾ ആ സ്ഥിരതയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി അച്ഛൻ കുറച്ച് ജമ്പ് ചെയ്ത് മുമ്പിലേക്ക് പോവാണ്. നമ്മൾ വായിക്കുന്നത് അഗ്നി ഇറങ്ങിയ ആ സംഭവത്തിന് ശേഷം ഏലിയ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. ഒരു മനുഷ്യനും മഴ അവിടെ കാണുന്നില്ല. ഏലിയായ്ക്ക് മാത്രമാണ് ഈ മഴയുടെ ഇരമ്പം കേൾക്കാൻ പറ്റുന്നത്. ആ വിശ്വാസത്തിലുള്ളൊരു കേൾവിയാണെന്ന് നമ്മൾ ഓർക്കണം. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി അവൻ വീണ്ടും മലമുകൾ കയറുകയാണ്. പ്രാർത്ഥന ഏകാന്തതയിലുള്ള പ്രാർത്ഥന, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്ന ഒരിടമെന്നാണ് മലമുകളിനെ കുറിച്ച് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ജോർജിയോ ഫ്രാസ്തി മല കയറുന്നതിന് താല്പര്യമുള്ള ഒരാളായിരുന്നു. ജിയോർജിയോ ഫ്രാസ്തിയോട് സഹോദരി ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും മല കയറാൻ പോകുന്നത്? അവൻ അവൻ്റെ സഹോദരിയോട് പറഞ്ഞു, എത്ര ഉയരത്തിലായിരിക്കുന്നുവോ അത്രമാത്രം നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു. മലമുകൾ എപ്പോഴും പ്രതിനിധാനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ബൈബിളിൽ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ഇടം, ദൈവത്തിൻ്റെ ദർശനമുള്ള ഇടം എന്നാണ്. അതുകൊണ്ടാണ് മോശ
പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മലമുകളിലേക്ക് കയറിപ്പോയി എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. ഈശോ പ്രാർത്ഥിക്കുന്നതിന് മലമുകളിലേക്ക് പോയി. ഇതാ കർമ്മല മലമുകളിലേക്ക് ഒരു കർമ്മല മലയേറ്റം നടത്തുന്ന ഏലിയ പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ നമ്മുടെ പരിസരങ്ങളിൽ മലമുകൾ ഇല്ലായിരിക്കും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഈ ലോകത്തിൽ നിന്നുള്ളൊരു കട്ട് ഓഫാണ് ഈ മലമുകളിനെ പ്രതിനിധീകരിക്കുന്നത്. മലമുകൾ സൂചിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ ഒച്ചപ്പാടുകളിൽ നിന്ന് ഒരു മനുഷ്യൻ മാറി നിൽക്കുന്ന ഇടം എന്നാണ് ഈ മലമുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ ദേവാലയവും ഒരു മലമുകൾ പോലെയാണ്. ഓരോ ദിവ്യകാരുണ്യ സന്നിധിയും മലമുകൾ പോലെയാണ്. നീ നിന്റെ വീട് ഉപേക്ഷിച്ച്, വീടിൻ്റെ ബഹളങ്ങൾ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ചില വ്യാപാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരു ദേവാലയത്തിലേക്ക് കയറിപ്പോകുന്നത് ഈ ഏലിയ മലമുകൾ കയറിയതുപോലെ തന്നെയാണ്. ഒരു ദേവാലയം നമ്മുടെ മുൻപിൽ എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. ഇനി നിനക്ക് നിന്റെ വീടിൻ്റെ പുറത്തു പോകാൻ പറ്റാത്ത ഒരാളായിരിക്കാം. വീട്ടിൽ തന്നെയായിരുന്ന് ഒന്ന് മിഴിപൂട്ടി ഹൃദയത്തിൽ ദൈവസാന്നിധ്യം നീ ഓർത്തെടുക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് കുടികൊള്ളുന്ന ആ ഈശ്വര സാന്നിധ്യത്തിലേക്ക് നീ മിഴി തുറക്കുമ്പോൾ നീ നിന്റെ ഹൃദയത്തെ, നിന്റെ ആത്മാവിനെ മലമുകളിലേക്ക് ഉയർത്തുകയാണ്. ഏലിയ മലമുകളിലേക്ക് കയറിപ്പോയി. അവിടെ അവൻ മുട്ടുകൾക്കിടയിൽ ശിരസ്സമർത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഒരു ശാരീരിക ഭാഷയുണ്ട്, ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അവൻ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ്. ഒരു കുഞ്ഞിനെ പോലെ, അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ അവൻ മുട്ടുകൾക്കിടയിൽ ശിരസ്സമർത്തി പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? മഴ പെയ്യാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ജനത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ജനത്തിന് ജീവനുണ്ടാകണം. അവർക്ക് മഴയില്ലാത്തത് മൂലം ക്ലേശങ്ങളുണ്ട്, കുടിക്കാൻ ജലമില്ല, അവരുടെ ആടുമാടുകൾ ചത്തൊടുങ്ങുന്നു, അവരുടെ പാടവരമ്പുകൾ, വയൽവരമ്പുകൾ വിണ്ടുണങ്ങി കിടക്കുന്നു, കൃഷിയില്ല. അങ്ങനെ ദാരിദ്ര്യത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു മരണത്തെ അഭിമുഖീകരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ജനത. ഇങ്ങനെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനത്തിനു വേണ്ടി ഏലിയ തീഷ്ണതയോടുകൂടെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ഒന്നാം ഘട്ടം കഴിഞ്ഞു. കുറച്ചു നേരം അവൻ നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു. പ്രാർത്ഥനയുടെ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ ഏലിയ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. ഭൃത്യൻ മലമുകളിൽ തന്നെ കടൽ കാണാൻ പറ്റുന്ന സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് കടലിലേക്ക് നോക്കുന്നു. അവൻ തിരിച്ച് ഓടി വന്നിട്ട് ഏലിയായോട് പറയുന്നു, പ്രവാചക, ഒന്നുമില്ല. നീ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒന്നും നടന്നിട്ടില്ല. പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല. നമ്മൾ പറയാറില്ലേ, ഒരു ചുക്കും നടന്നിട്ടില്ല. ഏലിയ ഭഗ്നാശനാകുന്നില്ല. ഏലിയ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാം വട്ടവും അവൻ ദാസനെ വിടുകയാണ്, പ്രത്യാശയോടുകൂടെ വിടുകയാണ്. ഇപ്പോഴെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി വിടുകയാണ്. ദാസൻ തിരിച്ചു വന്നിട്ട് പറയുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു ഗുണവും ഉണ്ടായിട്ടില്ല, പ്രാർത്ഥിച്ചിട്ട് ഒരു റിസൾട്ടുമില്ല. അങ്ങനെ രണ്ടാം ഘട്ടം കഴിഞ്ഞു. നമുക്ക് ഊഹിക്കാവുന്നതാണ്, മൂന്നാം ഘട്ടത്തിൽ ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും പ്രാർത്ഥിച്ച സമയത്തേക്കാൾ ദീർഘമായി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. മൂന്നാം ഘട്ടം കഴിഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടില്ല. അച്ഛൻ ചിന്തിക്കുകയാണ്, ഏലിയായുടെ മനസ്സിൽ പഴയ ഓർമ്മയുണ്ടാകും. 4 വട്ടം, 4-ാം വട്ടത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണല്ലോ കുഞ്ഞിന് ജീവൻ കിട്ടിയതെന്ന്. അങ്ങനെ 4-ാം വട്ടത്തെ പ്രാർത്ഥനയും കഴിഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഏലിയ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഏലിയ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ തയ്യാറല്ല. കർത്താവ് ജനത്തിനു വേണ്ടി ഇടപെടുന്നതുവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് ഏലിയായുടെ തീരുമാനം.
ഹാലേലുയ, ഹാലേലുയ. അങ്ങനെ 5-ാം ഘട്ടവും 6-ാം ഘട്ടവും കഴിഞ്ഞു. 6 ഘട്ടവും പരാജയപ്പെട്ടിട്ടും ഏലിയ ഇതാ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. 7-ാം ഘട്ടത്തിൻ്റെ ഒടുവിൽ ദാസൻ തിരികെ വന്നിട്ട് പറയുകയാണ്, കടലിൽ നിന്ന് ഒരു മേഘമുയരുന്നുണ്ട്. കരമോളമുള്ള ഒരു മേഘം, മനുഷ്യകരത്തോളം വലിപ്പമുള്ള ഒരു മേഘം ഉയരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കടലിൽ ഒരു മനുഷ്യകരത്തോളമുള്ള ഒരു മേഘം ഉയരുന്നത് കാണുമ്പോൾ ഇത് വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട കാര്യം സാധാരണഗതിയിൽ ഇല്ല. പക്ഷേ ഏലിയ തൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണിൽ ആ മനുഷ്യകരത്തോളമുള്ള മേഘത്തിൽ ഒരു പെരുമഴയെ കണ്ടു എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഈ എപ്പിസോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ ധ്യാനിക്കുന്നത് വിട്ടുകളയാതെ പിടിവിടാതെ പ്രാർത്ഥിക്കുന്ന ആ ഏലിയായുടെ ചൈതന്യത്തെയാണ്. നമ്മൾ എങ്ങനെയാണ് എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ എത്രമാത്രം സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കും? അച്ഛൻ ഓർക്കുകയാണ്, അച്ഛൻ്റെ അമ്മച്ചി അച്ഛനോട് പറഞ്ഞു, അമ്മച്ചി അപ്പച്ചൻ്റെ മദ്യപാനം മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചത് 50 വർഷമാണ്. വിവാഹത്തിൻ്റെ അന്നു മുതൽ 50-ാം വാർഷികം വരെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 50-ാം വാർഷികത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അപ്പച്ചൻ 100% ഇനി ഒരു വീഞ്ഞു പോലും കുടിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രൈസ് ദി ലോർഡ്. അതുവരെ അവസാനത്തെ പാപത്തിൻ്റെ അവസാനത്തെ കൊമ്പൊടിയുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തരുന്ന സന്ദേശം. അതുകൊണ്ടാണ് ഈശോ ഒരു ഉപമ പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 7 വരെയാണ്. ഈശോ പറയുകയാണ്, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. അവൾ അപേക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾ ആവർത്തിച്ച് അവൻ്റെ അടുത്ത് വരുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. അവൻ ഗൗനിച്ചാലും ഇല്ലെങ്കിലും ഈ വിധവ വന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവം ഈശോ നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ചിന്ത കൂടെ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. ഈശോ പറയാണ്, രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, അതായത് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവര് രാവും പകലും തന്നെ വിളിച്ച് കരയണമെന്ന്, തൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ആരാധകരുടെ ഒരു സമൂഹമായി വിശ്വാസികൾ മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനോടൊപ്പം അച്ഛനൊരു ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മുഖം കാണുന്നതിൽ, നമ്മുടെ സ്വരം കേൾക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ആരാണ്? നമ്മെ കാണുന്നത് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്തേക്കാണ് നമ്മൾ പോകാറ്. നമ്മുടെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോകാറുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്.
നമ്മെ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ അടുത്തേക്ക് പോകാൻ നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവാറില്ല. ചോദ്യം ഇതാണ്: നമ്മുടെ മുഖം കാണുന്നതിലും നമ്മുടെ സ്വരം കേൾക്കുന്നതിലും ഏറ്റവും അധികം ആനന്ദിക്കുന്നത്, അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണ്? ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, അത് ഈശോയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ആരുടെ അടുത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കേണ്ടത്? ആരോട് സംസാരിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്? അത് ഈശോയോട് സംസാരിക്കാനാണ്. ആരെ മുഖം കാണിക്കാനാണ് നമ്മളുടെ ഹൃദയം ഏറ്റവും കൂടുതൽ ദാഹിക്കേണ്ടത്? ഈശോയെ മുഖം കാണിക്കാനാണ്. കാരണം നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, ഈ ഭൂമിയിൽ വേറെ ആരും സ്നേഹിക്കുന്നതിനേക്കാളും എത്രയോ ആയിരം മടങ്ങായിട്ട് അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ നമ്മെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് സ്ഥിരതയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ഈശോ നമുക്ക് വേണ്ടി അവൻ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചത്. സ്ഥിരതയോടുകൂടെയുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണമാണ്. ഈശോ ഗെത്സെമനി തോട്ടത്തിൽ എന്തിനാണ് 3 വട്ടം പോയി പ്രാർത്ഥിക്കുന്നത്? സ്ഥിരതയോടുകൂടെയുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണമാണ്. അതുപോലെ ഈശോ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഗോ ഓൺ ആസ്കിങ്, ചോദിച്ചുകൊണ്ടേയിരിക്കുവിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ അന്വേഷിക്കുവിൻ, അന്വേഷിച്ചുകൊണ്ടേയിരിക്കുവിൻ. നിങ്ങൾ മുട്ടുവിൻ, നിങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കുവിൻ. അത് പറയാനായിട്ടാണ് ഈശോ ഉപമ പറഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു സ്നേഹിതനെ കുറിച്ച് പറയുന്നുണ്ട്. അർദ്ധരാത്രി ഒരു സ്നേഹിതൻ അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തു നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവൻ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ഗുരുനാഥയായ അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കുക എന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ അനുഭവങ്ങൾ കിട്ടുന്നില്ല, അതിൽ താല്പര്യം തോന്നുന്നില്ല, നമ്മൾ വിചാരിച്ചതൊന്നും നടക്കുന്നുമില്ല. പക്ഷെ എങ്കിലും സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കുക. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞച്ഛൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീന പ്രാർത്ഥിക്കാനിരുന്നു. 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, ഈശോയുടെ ഒരു ദർശനവും കിട്ടുന്നില്ല. അവള് 2-ാമത്തെ മണിക്കൂറും ഇരുന്ന് പ്രാർത്ഥിച്ചു, ഒരു അനുഭവം ഉണ്ടാവുന്നില്ല. 3-ാമത്തെ മണിക്കൂറും ഇരുന്ന് ഫൗസ്റ്റീന പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ ദർശനം ഉണ്ടാകുന്നത്. പ്രാർത്ഥനയെ ഉപേക്ഷിക്കാനുള്ള ഒട്ടനവധി പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ അനുദിന ജീവിതത്തിലെ, പ്രായോഗിക ജീവിതത്തിലെ വിവിധങ്ങളായ സംഭവങ്ങളിൽ പ്രാർത്ഥന ഉപേക്ഷിക്കാനുള്ള പ്രവണതയും പ്രലോഭനങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആയിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹാലേലുയ, ഹാലേലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലേലുയ, ഹാലേലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ഇടവിടാതെ പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ട കർത്താവേ, ഹാലേലുയ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുന്നവരാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹാലേലുയ, ഹാലേലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിരന്തരം അങ്ങയുടെ നാമം ഞങ്ങളുടെ അധരത്തിലും ഞങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടാകാൻ കൃപ നൽകണമേ. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.